ഗതി എന്തായിരിക്കും? നമ്മുടെ ഗതി എന്തായിരിക്കും ഗതി? അതിനാണ് കൃഷ്ണൻ പറയുന്നത്, അർജുന നഹി കല്യാണക ദുർഗതിം ഗച്ഛതി. അവർക്കൊരിക്കലും എന്തില്ല? ദുർഗതിയില്ല. അതാണ് ശുചീനാം ശ്രീമതാം കേഹേ യോഗഭ്രഷ്ടോ വിജായതേ അഥവാ യോഗിനാമേവ കുലേ ഭവതി എന്നൊക്കെ. അപ്പൊ നമ്മൾ വീണ്ടും യോഗഭ്രഷ്ടന്മാരായി ഈ തീർക്കാനുള്ള, അതായത് ആ മനസ്സിന്റെ ലയം പൂർത്തീകരിക്കാനായിട്ട് തിരിച്ചു വരേണ്ടതുണ്ട്. അപ്പൊ ഏതുവരെ വരണം? മനസ്സിനെ ഒരു നാമത്തിലൂടെയോ ധ്യാനത്തിലൂടെയോ മനസ്സിനെ പൂർണ്ണമായി ലയിപ്പിച്ച് ഒരു ആനന്ദം ഉള്ളിൽ അനുഭവിച്ച് വാസനകളിലുള്ള സുഖത്തിൽ നിന്നൊക്കെ അതിൻ്റെ സ്മരണയിൽ നിന്നൊക്കെ പുറത്തു കിടക്കണം. ഈ സ്മരണ നമ്മുടെ ഉള്ളിൽ ഉറച്ചു വരണം. ഏത് സ്മരണ? നാമലയത്തിലുള്ള സുഖത്തിൻ്റെ സ്മരണ ഉള്ളിൽ ഉറച്ചു വരണം. വിഷയസുഖത്തിലുള്ള സ്മരണ കുറയണം. അപ്പം നമ്മൾ യോഗ സംസിദ്ധി കൈവരിക്കാനായിട്ട് യോഗഭ്രഷ്ടന്മാരായിട്ട് വരണം. എന്നാൽ നാമം ജപിക്കുമ്പോഴും ഭോഗരസത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഒരു ഭോഗസുഖത്തിൽ തന്നെയാണ് മനസ്സിരിക്കുന്നതെങ്കിൽ, അനുഭവിച്ച അനുഭവങ്ങളുടെ സ്മരണ വീണ്ടും അത് ആവർത്തിക്കാനായി നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കണം, നിങ്ങളുടെ യാത്ര എങ്ങോട്ടാണ്? ഭോഗജീവിതത്തിലേക്കാണോ യാത്ര? യോഗ ജീവിതത്തിലേക്കാണോ യാത്ര? അത് നമുക്കിങ്ങനെ ക്ലിയറായിട്ട് കാണാൻ പറ്റണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇനിയും എങ്ങോട്ടായിരിക്കും എൻ്റെ യാത്ര? മനസ്സിലാവുണ്ടല്ലോ. ഇനിയും ഭോഗങ്ങൾ അനുഭവിക്കാനാണോ, അതാണോ എൻ്റെ സ്മരണയിലുള്ളത്? അതോ ഇനി യോഗസുഖം അനുഭവിക്കാൻ അതിൻ്റെ സ്മരണ എൻ്റെ ഉള്ളിൽ ഉണ്ടോ? അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം ജപിക്കാനിരിക്കുമ്പോഴും നമ്മളെ ഉള്ളിൽ, നമ്മുടെ സിരയിൽ, എന്താ പറയുക, സിരകളിൽ ആ ഒരു നാമലയത്തിൽ കിട്ടുന്നൊരു സുഖത്തിൻ്റെ ഓർമ്മ നല്ലവണ്ണം നിൽക്കണം. ആ ഓർമ്മയിൽ അങ്ങനെ നമ്മളങ്ങനെ അമർന്നിരിക്കുമ്പോൾ ആ ഓർമ്മയുടെ ശക്തി കൂടി വരുമ്പോൾ ആ ഓർമ്മയോട് കൂടിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ അത് പൂർത്തീകരിക്കാനായിട്ട് തിരിച്ചു വരണം. എന്നാൽ അതിനെക്കുറിച്ച് വലിയ ഓർമ്മയൊന്നുമില്ല. ഏതിനെക്കുറിച്ച്? ജപിക്കുമ്പോൾ വലിയ സുഖമൊന്നും കിട്ടണില്ല, എന്തോ ജപിക്കുമ്പോൾ അങ്ങനെ ഒരു സമാധാനവും സ്വസ്ഥതയും കിട്ടാത്ത ഒരാളാണെങ്കിൽ ഉറപ്പിച്ചോളൂ, വിഷയസ്മരണ നല്ലോണം ഉള്ളിക്കിടക്കുന്നുണ്ട്. അനുഭവിച്ചത് വീണ്ടും അനുഭവിക്കാനായിട്ട് വീണ്ടും ഇങ്ങോട്ട് വരണം. ഇതിന്ന് രക്ഷപ്പെടാൻ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ ബാഹ്യമായ ഒരു ശക്തിക്കും സാധ്യമല്ല. നിങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കേ പറ്റുള്ളൂ. ആകാശത്തിലിരുന്ന് ദൈവം അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്തിട്ട് കുറേ എണ്ണത്തിനെ സ്വർഗത്തിലേക്കും കുറേ എണ്ണത്തിനെ നരകത്തിലേക്കൊന്നും അയക്കുന്നില്ല. സ്വർഗവും നരകവും എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. നരകം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ തന്നെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളെ ആവർത്തിക്കാനായി വീണ്ടും വരണം. സ്വർഗം എന്ന് പറയുന്നത് ഇവിടെ അനുഭവിച്ച സുഖങ്ങളെ അനുഭവിക്കാനായി വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. ഇവിടെ വിട്ടുകൊണ്ടൊരു സ്വർഗവും നരകവും വേറെ ഇല്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പം എന്താ പുനർജന്മത്തിന് കാരണം? ചിന്തകളാണ്, ഓർമ്മകളാണ്, സ്മരണകളാണ്. എന്താ ഈ ചിന്തകൾ? മുൻപ് അനുഭവിച്ച അനുഭവങ്ങളുടെ ഓർമ്മകളാണ്. അതിൽ അനുഭവിച്ചതുമുണ്ട്, അനുഭവിക്കാൻ ആഗ്രഹിച്ചതുമുണ്ട്. ഈ ചിന്തകളുമായിട്ടാണ് നമ്മൾ ഒരു ശരീരത്തിൽ നിന്നും, അതെന്താ തെളിവ്? ഓരോ ദിവസവും രാത്രി ഉറങ്ങുമ്പോൾ ആ ചിന്തകൾ കെട്ടടങ്ങുന്നു, ഒന്നും സംഭവിക്കുന്നില്ല അതിന്. രാവിലെ ആകുമ്പോൾ അതെല്ലാം തിരിച്ചു വരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്നു, തിരിച്ചു വരുന്നു. അപ്പം ജനനം എന്ന് പറഞ്ഞാൽ അർത്ഥം ഓർമ്മകൾ ഉണർന്നു വരുന്നത് ജനനവും ഓർമ്മകൾ വിട്ടുപോകുന്നത് മരണവും. ഓർമ്മകളുമായി ബന്ധപ്പെട്ടതാണ് ജനനം, ഓർമ്മകളുമായി ബന്ധപ്പെട്ടതാണ് മരണം. ശരീരം കേവലം ഓർമ്മകൾക്ക് ഉണരാനുള്ളൊരു ഉപാധി മാത്രമാണ്. ക്ലിയറാണോ?
ഒരിക്കലും ശരീരവുമായി ബന്ധപ്പെട്ടതല്ല ഏത്? ജനനവും മരണവും. ശരീരം എന്ന് പറയുന്നത് കേവലം ഓർമ്മകൾക്ക്, അനുഭവങ്ങളെ അനുഭവിക്കാനുള്ളൊരു ഉപാധി. എന്തുകൊണ്ടാണ് ഞാൻ ശരീരമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറയാൻ കാരണം? അതായത് ഈ ഓർമ്മകൾക്ക്, അനുഭവങ്ങൾ അനുഭവിക്കാൻ മനുഷ്യ ശരീരം തന്നെ വേണമെന്നില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ മനസ്സെന്നുള്ളൊരു മനസ്സില്ല. മനസ്സേ ഉള്ളൂ. നമ്മളതിനെ മനുഷ്യ മനസ്സെന്ന് വിളിക്കുന്നു. മനസ്സിനെ വേണമെങ്കിൽ അതിൻ്റെ ഓർമ്മകളിലുള്ള അനുഭവിച്ച അനുഭവങ്ങൾ അനുഭവിക്കാൻ ഏത് ശരീരത്തിലേക്കും ചേരാം. അതിന് ഒറ്റ കാര്യമുള്ളൂ, അനുഭവിച്ച അനുഭവങ്ങളെ, ആഗ്രഹിച്ച അനുഭവങ്ങളെ അനുഭവിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ശരീരത്തെ എടുക്കുന്നതെങ്കിൽ ശരീരം പോലും ഏത് വേണം എന്ന് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ഓർമ്മകളാണെങ്കിൽ, മനുഷ്യ ശരീരം തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു ചിന്തകളും സ്മരണകളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പം പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഈ പറയുന്നു നിങ്ങളുടെ വാസന കൊണ്ടാണ് ഓരോരുത്തരും ജനിക്കുന്നത് മരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോപ്പുലേഷൻ എന്താ ഇത്ര വരുന്നത്? ഈ വിഡ്ഢികൾ എന്താ അറിയോ, പണ്ട് പോപ്പുലേഷൻ കുറവായിരുന്നു, പിന്നെ പോപ്പുലേഷൻ കൂടി. അവരുടെ കണക്കിൽ ശരിയാണ്. പണ്ട് ഇത്ര 130 കോടി ജനങ്ങളൊന്നും ഇന്ത്യയിലില്ല, 145 കോടി ജനങ്ങൾ ചൈനയിലും ഇല്ല, ഇല്ലേ? ഇത്രയും ജനങ്ങളൊന്നും ഇല്ല. ഇപ്പം നമ്മുടെ ഈ കൊച്ചു സ്ഥലത്ത് തന്നെ നിങ്ങളുടെയൊക്കെ വീട് കഴിഞ്ഞാൽ പിന്നെ ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ടാവും അടുത്ത വീട്. എന്നാൽ ഇന്ന് മുക്കിലും മൂലയിലൊക്കെ ഇത്രയും ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ജീവിക്കുന്നിടത്ത് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ പോലെ ഹൈ സ്പീഡ് പ്രസവമാണ് പലർക്കും. പണ്ടത്തെ കാലത്തായിരുന്നു ഓരോ വീടുകളിൽ 4-5, ഇന്നിപ്പോൾ അവരുടെ വീടുകളിൽ നോൺ സ്റ്റോപ്പ് പ്രസവമാണ് അവർക്ക്. അപ്പോൾ ഇത്രയൊക്കെ കുട്ടികൾ കണ്ടമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മളാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള വഴികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിയുന്നതും 2 പ്രസവിച്ച് കഴിഞ്ഞാൽ എല്ലാം കട്ട് ചെയ്ത് കളയുക എന്നാണ് പറയണത്. അല്ലെങ്കിൽ വീണ്ടും കുട്ടി ഉണ്ടാവും, ട്യൂബൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കളയുക, അല്ലേ? അങ്ങനെയല്ലേ ചെയ്യണത്? അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവും, കണ്ടമാനം കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ പോപ്പുലേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യാണ്. അപ്പോൾ മുമ്പില്ലാത്ത കുട്ടികളൊക്കെ ഇന്ന് ജനിച്ചു വരുമ്പോൾ പോപ്പുലേഷൻ കൂടുമ്പോൾ നിങ്ങൾ ഈ പുനർജന്മം എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവാൻ? അപ്പോൾ ഈ വിഡ്ഢികൾ എന്താ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? ഇവർ മനുഷ്യനെ കാണുന്നുള്ളൂ, ജനനവും ഈ മനുഷ്യ ശരീരവും തമ്മിൽ യാതൊരു ബന്ധമില്ല. ജനനം എന്ന് പറയുന്നത്, ഞാൻ ആവർത്തിച്ച് പറയാണ്, നിങ്ങളുടെ തലയിൽ ഉറക്കണം, ചിന്തകളാണ്. ജനനം എന്ന് പറയുന്നത് ചിന്തകളാണ്. ചിന്തകൾ എന്ന് പറഞ്ഞാൽ സ്മരണകളാണ്. സ്മരണകൾ എന്ന് പറഞ്ഞാൽ അനുഭവിച്ച അനുഭവത്തിൻ്റെ ഓർമ്മകളാണ്. അനുഭവിച്ച അനുഭവത്തിൻ്റെ ഓർമ്മകളാണ് ജനനത്തിന് കാരണം. അപ്പം ആ ജനിക്കാൻ കാരണമായ ചിന്തകൾക്ക് ജനിക്കാൻ മനുഷ്യ ശരീരം തന്നെ വേണമെന്നില്ല. അതിന് ഏത് ശരീരത്തെ എടുക്കാം. അപ്പം അന്നത്തെ അത്ര മനുഷ്യ ശരീരം അല്ലല്ലോ ഇന്ന് എന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം? അന്ന് പല ശരീരങ്ങളിലിരുന്ന ആ സ്മരണകൾ ഇന്ന് കൂടെ വന്നില്ല. അന്ന് പല ശരീരങ്ങളിലിരുന്ന സ്മരണകൾ, പല ശരീരത്തിലിരുന്ന് പലതും അനുഭവിച്ച സ്മരണകൾ ഇന്ന് കൂടുതലായി ഏത് ശരീരത്തിലേക്ക് വരുന്നുണ്ട്? മനുഷ്യ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ആ സ്മരണകൾക്കൊക്കെ മനുഷ്യ ശരീരം കിട്ടുന്നത്. ആ മനുഷ്യ ശരീരം കിട്ടാനുള്ള കാരണം മനുഷ്യ ശരീരത്തിലും ഇരുന്ന് ആ സ്മരണകൾക്ക് അനുഭവിച്ച അനുഭവങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. അപ്പം ഈ സ്മരണകൾ മനുഷ്യ ശരീരം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കൂടെ വന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ശ്രദ്ധിക്കുക നിങ്ങൾ. അതായത് അന്നില്ലാത്ത പോപ്പുലേഷൻ എന്നുണ്ട് എന്നാണല്ലോ പലരും പറയുന്നത്. അതിനൊരു ഉത്തരം പറയുന്നത്, നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഈ കഴുതകൾ തെറ്റിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, അന്നുള്ള മനുഷ്യർ ഇന്നില്ല അല്ലല്ലോ ഇന്നെന്ന്. അപ്പം അവർ കാണുന്നത് കേവലം മനുഷ്യൻ്റെ ശരീരമാണ്. ശരീരവും, ശ്രദ്ധിക്കുക, ശരീരവുമായി ജന്മത്തിന് യാതൊരു ബന്ധമില്ല എന്ന് ഞാൻ പറയുന്നതിന് കാരണം സ്മരണകൾക്ക് നിലനിൽക്കാൻ ശരീരത്തിൻ്റെ ആവശ്യമില്ല. ഈവൻ ഒരു ബാക്ടീരിയയിൽ, വൈറസിൽ, ഒരു ബാക്ടീരിയയിൽ ജീവനുണ്ടല്ലോ, ആ ശരീരത്തിലും അതിനൊരു ചിന്തകളുണ്ടല്ലോ. അപ്പം ഈ ചിന്തകൾക്ക് നിലനിൽക്കാൻ ഒരു ഇന്ന ശരീരമേ പാടുള്ളൂ എന്നത്
ഇല്ല. അപ്പൊ ഇവിടെ ജനിക്കുന്നത് മുഴുവൻ ആരാണ്? ചിന്തകളാണ്. ചിന്തകളാണ് ജനിക്കുന്നത്, ചിന്തകളാണ് ശരീരം വിട്ടുപോകുന്നെങ്കിൽ, ചിന്തകൾക്ക് അനുഭവങ്ങളെ പൂർത്തീകരിക്കാനാണത് വരുന്നതെങ്കിൽ, മനുഷ്യ ശരീരത്തിലിരുന്നു കൊണ്ട് അനുഭവങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റും എന്ന് ആ ചിന്തകൾക്ക് തോന്നുകയാണെങ്കിൽ അത് മനുഷ്യ ശരീരത്തെടുക്കും. ഇതിന് മനുഷ്യ ശരീരം വേണ്ട, അതിന് മറ്റൊരു ഉറുമ്പിൻ്റെ ശരീരം മതി, അണുവിൻ്റെ ശരീരം മതി, ബാക്ടീരിയയുടെ ശരീരം മതി എങ്കിലത് ആ ശരീരത്തിലേക്ക് പോകും. അവിടെ ശരീരത്തിനാണോ പ്രസക്തി? വാസന അഥവാ ചിന്ത അഥവാ സ്മരണ അഥവാ ഓർമ്മ, ഏതിനാ പ്രസക്തി? ചിന്തകൾക്കാണ് പ്രസക്തി. ജനനവും മരണവും ചിന്തകളുമായി ബന്ധപ്പെട്ടതാണ്, ശരീരവുമായി ബന്ധപ്പെട്ടതല്ല. അതെപ്പോഴും ഓർത്തു വയ്ക്കുക. ജനനവും മരണവും അതൊന്ന് ഉറച്ചു കിട്ടാൻ വലിയ പാടാണ്. ജനനവും മരണവും ശരീരവുമായി ബന്ധപ്പെട്ടതല്ല, ചിന്തകളുമായി ബന്ധപ്പെട്ടാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി. ഞാൻ എന്തുകൊണ്ടാണിത് പറഞ്ഞത് ശരീരവുമായി ബന്ധപ്പെട്ടതല്ല എന്ന്? നിങ്ങൾ സ്വന്തം ശരീരത്തിലേക്ക് നോക്കുക. നിങ്ങളുടെ സ്മരണകൾ, നിങ്ങൾ പലതും അനുഭവിച്ചു, പലതും ആഗ്രഹിച്ചു. ഈ സ്മരണകളൊക്കെ ശരീരത്തിലൂടെയാവും പലതും അനുഭവിച്ചത്, ശരീരത്തിലൂടെയാവും പലതും നിങ്ങൾ അനുഭവിച്ചത്, ആഗ്രഹിച്ചിട്ടുണ്ടാവുക. കണ്ടതോ കേട്ടതോ ഒക്കെ ആയിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചത്. ഈ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ഉള്ളിൽ ചിന്തകളുടെ രൂപത്തിൽ കൊണ്ടു നടക്കുമ്പോൾ നിങ്ങളുടെ ശരീരം പല മാറ്റങ്ങൾക്കും വിധേയമാവുന്നുണ്ട്. ഈ ശരീരത്തിൻ്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. ശരീരത്തിൻ്റെ മാറ്റം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഇൻടാക്റ്റായിട്ട് എന്തുണ്ട്? അനുഭവിച്ച അനുഭവങ്ങളുടെ ഓർമ്മകളുണ്ട്. ഈ ഓർമ്മകൾ നിലനിൽക്കുന്നതിന് കാരണം ഈ ശരീരമാണോ? മനസ്സിലായില്ല. ശരീരം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ശരീരത്തിലൂടെ നമ്മൾ ഉണരുന്നു, അനുഭവങ്ങൾ അനുഭവിക്കുന്നു, വീണ്ടും അതൊന്ന് വിടുന്നു, വീണ്ടും നമ്മൾ ഉണരുന്നു, അനുഭവങ്ങൾ അനുഭവിക്കുന്നു. അപ്പോഴേക്കും ഈ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ എൻ്റെ ഈ സ്മരണകൾക്ക് നിലനിൽപ്പ് തരുന്ന ശരീരമാണോ? അപ്പം ജനനത്തിനും മരണത്തിനും കാരണം ഈ ശരീരമാണോ? ഈ സ്മരണകളാണോ? സ്മരണകളാണ്. സ്മരണകൾക്ക് നിലനിൽക്കാൻ ആരുടെ ആവശ്യമില്ല? ശരീരത്തിൻ്റെ ആവശ്യമില്ല. ക്ലിയർ ആണോ? ശരീരവുമായിട്ട് ബന്ധപ്പെട്ടല്ല പുനർജന്മം. പുനർജന്മം എന്ന് പറയുന്നത് മുഴുവൻ സ്മരണകളുമായി ബന്ധപ്പെട്ട. ഓരോരുത്തരും ജനിച്ചു വരുമ്പോൾ സ്മരണകളുമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഓരോരുത്തരുടെ ഉള്ളിലും പലതിനോടുമുള്ള ആഗ്രഹം. കൊച്ചുകുട്ടി പറയണ എനിക്ക് റെഡിനോടാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ റെഡിനോടുള്ള ആഗ്രഹം കുട്ടിയുടെ ഉള്ളിൽ നേരത്തെ അനുഭവിച്ച അനുഭവത്തിൻ്റെ സ്മരണയുടെ തുടർച്ച തന്നെയാണ്. അപ്പോൾ ആ റെഡ് എന്ന കളറ് ഇപ്പം കണ്ടതല്ല, ആ റെഡ് എന്ന കളറ് മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് റെഡിനോട് തന്നെ ഇഷ്ടം എന്ന് പറയുന്നത്. എനിക്ക് ഇത്രയും മധുരം വേണം, മധുരത്തോട് ഇഷ്ടം. മനസ്സിലായില്ലേ? ഞാനൊരു വീട്ടിൽ 2 കുട്ടികളെ കണ്ടിട്ടുണ്ട്. കുട്ടികളെ കണ്ടിട്ടെന്ന് പറഞ്ഞാൽ 2 കുട്ടികളുടെ വ്യത്യസ്ത സ്വഭാവം. ഒരാൾക്ക് നല്ല മധുരം വേണം, അവൾക്ക് ഒട്ടും മധുരം വേണം. ഒരാൾക്ക് മധുരം ഇഷ്ടമല്ല. ഒരാൾക്ക് പാൽപ്പായസത്തോട് ഇഷ്ടം, ഒരാൾക്ക് ശർക്കര പായസത്തോട് ഇഷ്ടം. ഒരേ വീട്ടിൽ ഒരേ അമ്മയുടെ 2 മക്കൾ. അപ്പം ഇതെങ്ങനെ വന്നു? ഒരാൾക്ക് പാൽപ്പായസം ഇഷ്ടം, ഒരാൾക്ക് ശർക്കര പായസം ഇഷ്ടം. അപ്പം ആ കുട്ടിക്ക് ശർക്കര പായസം ഇഷ്ടമുള്ള ഒരാൾക്ക് അതിനോടാണ് ആഗ്രഹമുള്ളത്, പാൽപ്പായസം ഇഷ്ടമുള്ള ഒരാൾക്ക് അതിനോടാണ് ഇഷ്ടം. ഇത് രണ്ടും തീരുമാനിച്ചത് അവരുടെ 2 പേരുടെയും ഉള്ളിലുള്ള ആഗ്രഹം അഥവാ ചിന്തകൾ. അപ്പൊ എനിക്ക് ഈ പാൽപ്പായസമാണ് ഇഷ്ടം എന്ന് പറയണമെങ്കിൽ ഈ ഇഷ്ടം ഇവിടെ നിന്ന് തുടങ്ങിയതല്ല, ഈ ഇഷ്ടം ഇവിടെ നിന്ന് തുടങ്ങിയതല്ല. ഈ ഇഷ്ടത്തിൻ്റെ സ്മരണ ഉള്ളിലുള്ളത് കൊണ്ടാണല്ലോ കുട്ടിയത് പറയണത്. ആ സ്മരണ മുമ്പ് അനുഭവിച്ച അനുഭവങ്ങളുടെ ഓർമ്മകളാണെങ്കിൽ ഈ പാൽപ്പായസത്തോടുള്ള താല്പര്യം മുമ്പ് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്ക് പാൽപ്പായസം ഇഷ്ടമല്ല, ശർക്കര പായസമാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ശർക്കര പായസത്തോടുള്ള ഇഷ്ടം മുമ്പ് കൊണ്ടുവന്നതാണ്, മുമ്പുള്ളതാണ്. കാരണം ഈ ശരീരത്തിലിരുന്ന് അതിൻ്റെ ഒരു പുതിയതായിട്ടുണ്ടാക്കണോ ഒരു തുടർച്ചയായിരിക്കുമോ? ഒരു തുടർച്ചയാണ്. അപ്പൊ പുനർജന്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചിന്തകളുമായൊരു യാത്ര, ചിന്തകളുമായിട്ടുള്ള നമ്മുടെ പ്രയാണത്തിൻ്റെ പേരാണ് പുനർജന്മം. ഞാനും നിങ്ങളും മരിക്കുമ്പോൾ കൊണ്ടുപോകുന്നത് ചിന്തകളാണ്.
ജനിക്കുമ്പോൾ കൊണ്ടുവരുന്നത് ചിന്തകളാണ്. അപ്പം ഈ ചിന്തകളെയാണ് ഇവിടെ കർമ്മം എന്ന് വിളിക്കുന്നെങ്കിൽ ഇവിടെ നമ്മൾ ആ ചിന്തകളെ നമ്മളൊന്ന് പരിശീലിപ്പിച്ചെടുക്കണം. എന്ത് ചെയ്യണം? നമ്മളെ മനസ്സിൽ നിന്ന് ചില ഒരു അറിവ് മാറ്റിയെടുക്കണം. എന്താണ്? ലോകത്തിൽ നിന്നും കിട്ടുന്നതാണ് സുഖം എന്നത്, ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്നതാണ് സുഖം എന്ന് മാറ്റി, വിഷയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതാണ് സുഖം എന്ന് മാറ്റി, ആത്മലയത്തിലാണ് സുഖം എന്നൊരു സ്മരണ നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ച് നമ്മൾ ഇവിടെ നിന്നും പോയാൽ, ആ സ്മരണ നമ്മുടെ ഉള്ളിൽ ദൃഢപ്പെട്ട് കഴിഞ്ഞാൽ ആത്മലയത്തിലേക്ക് ഇറങ്ങി ചെല്ലും തോറും, ഈ മനസ്സ് അതിലേക്ക് അങ്ങനെ കെട്ടടങ്ങും തോറും ബാഹ്യമായ വാസനകൾ പോയി അവസാനം ആ മനസ്സ് ഏതിലേക്ക് ലയിക്കണം? ആ ഒരു ആനന്ദത്തിലേക്ക്, ഉള്ളിലുള്ള ഒരു പരമസുഖത്തിലേക്ക്. നിങ്ങൾ ആ സുഖത്തിൻ്റെ വ്യാപ്തി കൂട്ടുന്തോറും, ആ സുഖത്തിലേക്ക് അലിഞ്ഞു ചേരുന്നതിൻ്റെ തീവ്രത കൂടുന്തോറും അവസാനം നിങ്ങൾ സുഖമായിട്ട് മാറണം. ഇതാണ് കൃഷ്ണൻ ഗോപികമാരോട് പറഞ്ഞു കൊടുത്തത്. ഗോപികമാരോട് ഭഗവാൻ അവരുടെ വസ്ത്രാപഹരണ ലീലാ സമയത്തൊരു ശ്ലോകം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഗോപികമാരുടെ വസ്ത്രമൊക്കെ അപഹരിച്ച് അവരോട് നെയ്ക്കഡായിട്ട്, വസ്ത്രമൊന്നും കൊടുത്തില്ലേ കൃഷ്ണൻ, എല്ലാവരും മുന്നിൽ നിർത്തി, എന്നിട്ട് കൈകൂപ്പി നിൽക്കാൻ പറഞ്ഞു. ആ സമയത്തൊരു ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്ന ഒരു വസ്തുതയുണ്ട്. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതൊക്കെയാണ് നിങ്ങൾ ഭാഗവതം വായിക്കുമ്പോൾ ക്യാച്ച് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് അതിലെ പ്രധാന ശ്ലോകങ്ങൾ. എന്താണ്? ആർക്കെങ്കിലും അറിയോ അത്? രാസലീലയല്ല, ഈ വസ്ത്രാപഹരണ ലീല. ആ വസ്ത്രാപഹരണ ലീല സമയത്ത് ഗോപികമാർക്ക് വസ്ത്രം കൊടുക്കാന്ന് പറഞ്ഞ് കയറ്റിയല്ലോ കരയിലേക്ക്. അപ്പം അവരോട് കൈ രണ്ടും മേലോട്ട് കൂപ്പാൻ പറഞ്ഞു. അവരങ്ങനെ നിന്നു. ആ സമയത്ത് അവരോട് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. എന്താണ്? നല്ല രീതിയിലാണ് നിങ്ങളിതൊക്കെ വായിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കേണ്ടത് എപ്പോഴും. ഇങ്ങനെയുള്ള ശ്ലോകങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്. എന്താണ്? ഒരു ഉദാഹരണമെങ്കിലും അതിലുണ്ട്. അതെങ്കിലും ഓർക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? വറുത്ത വിത്ത് പോലെ എന്നൊരു ഉദാഹരണമുണ്ട്. അവിടെ പറയുന്നത് മയ്യാവേശ്യ മനോദ്യാം കാമകാമായ കൽപ്പതേ ഭർച്ചിത്വ കൊതിദാദാന പ്രായോ ബീജായ നിഷ്യതേ എന്നാണ് ശ്ലോകം. ഇനി മറക്കരുത്, 22-ാം അധ്യായത്തിൽ 26-ാം ശ്ലോകം. ഇത് തലയിൽ ഉറപ്പിച്ചു വയ്ക്കണം ഈ ശ്ലോകം. കാരണം അത്ര പ്രധാനപ്പെട്ടൊരു ശ്ലോകമാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റ് വെച്ച് പഠിക്കുമ്പോണ്ടല്ലോ ഭാഗവതം വേറെയായിട്ട് തോന്നില്ല. കാരണം ഈ കാര്യം നമുക്ക് ക്ലിയറാക്കി തരും. കൃഷ്ണൻ പറഞ്ഞത് ഈ ഒരു സന്ദർഭത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്താ പറയണത്? മയ്യ ആവേശിത ദിയാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? എന്തായിരിക്കും ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അർത്ഥം? എന്തായിരിക്കും? നമ്മൾ രണ്ട് കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. വിഷയങ്ങൾ അനുഭവിച്ചതിൻ്റെ ഓർമ്മകൾ കടക്കുമ്പോൾ ആവർത്തിക്കാനായി വീണ്ടും വരണം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? ആത്മലയം. ആത്മലയം എങ്ങനെയാ ഉണ്ടാവുക? ആത്മാവിൽ താനെ ലയിക്കുമോ? അപ്പം ഏതെങ്കിലും ഒരു നാമത്തിലോ മറ്റോ മനസ്സിനെ ലയിപ്പിച്ച് അതിലൊരു രസം ഉണ്ടാവണം. ആ രസം ഉണ്ടാക്കേണ്ട, രസമുണ്ട്. നമ്മളെ മനസ്സ് ലയിക്കാത്തതുകൊണ്ടാണ് രസം ഉണ്ടാവാത്തത്. അപ്പം മനസ്സങ്ങനെ ലയിച്ചു വരുമ്പോൾ അതിൻ്റെ തീവ്രത കൂടുന്നതിൻ്റെ പേരാണ് മയ്യാവേശിത ദിയാം. ആവേശിതം എന്ന് പറഞ്ഞാൽ ലയിച്ചു കിടക്കുന്നൊരു മനസ്സിന്. പിന്നെന്താ അടുത്ത വരി? മയ്യാവേശിത ദിയാം കാമകാമായ ന കൽപ്പതേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു രസം, ഈ ഒരു ആനന്ദം, ഈ ഒരു സുഖം കൂടുമ്പോൾ ഇതിൻ്റെ ഓർമ്മ, ഇങ്ങനെയൊരു സുഖം ഉള്ളിലുണ്ടെന്നതിൻ്റെ ഓർമ്മ കൂടിക്കൂടി വരുമ്പോൾ വിഷയങ്ങളോടുള്ള നമ്മുടെ ഒരു താല്പര്യം കുറഞ്ഞു വരും. കാരണം അതിലും വലിയൊരു ഒന്നിനെയും ആശ്രയിക്കാതെ കിട്ടുന്നൊരു സുഖം ഉള്ളിൽ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഇനി ഒരു ഇന്ദ്രിയത്തിലൂടെ എനിക്ക് സുഖം കിട്ടണമെന്നുള്ളൊരു താല്പര്യം കുറയും. ഇതാണ് ബുദ്ധൻ പറഞ്ഞ ആഗ്രഹങ്ങളില്ലാതെ ആവല്. ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണം എന്ന് ബുദ്ധൻ പറയും. ആഗ്രഹങ്ങൾ ഇല്ലാതെ ആവണം. ആഗ്രഹങ്ങൾ ഇല്ലാതെ ആക്കല്ല. ആഗ്രഹങ്ങൾ ഇല്ലാതെ ആവുക എന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ ഉള്ളിൽ ഇനിയൊരു വിഷയത്തിലൂടെ സുഖം കിട്ടണം എന്നുള്ളൊരു തോന്നൽ വരരുത്, ഓർമ്മ വരരുത്. അപ്പൊ ഓർമ്മ വരാതിരിക്കണമെങ്കിൽ ഏത് ഓർമ്മ വരണം? ആത്മസുഖത്തിന്റെ, ആത്മലയത്തിന്റെ, നാമലയത്തിന്റെ സുഖത്തിന്റെ ഓർമ്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവുമോ എനിക്കറിയില്ല. ഇപ്പൊ ഈ കള്ളു കുടിച്ച് ശീലിച്ചവന് വൈകുന്നേരം ആകുമ്പോൾ അവന് ഓർമ്മ വരും. എന്ത്? കള്ളു കുടിച്ച് ശീലിച്ചവന് വൈകുന്നേരം ആകുമ്പോൾ ഓർമ്മ വരും. എന്തിന്? ഭാര്യയുടെ ഓർമ്മയാ. അവന് കള്ളു കുടിക്കാനുള്ള ഓർമ്മ വരും. കാരണം ആ സമയത്ത് അവൻ കുടിച്ച് ശീലിച്ചതുകൊണ്ട് അവൻ്റെ വിചാരം സന്ധ്യാസമയം എന്ന് പറയുന്നത് കള്ളു കുടിക്കണം. അപ്പം അതിൻ്റെ ഒരു സുഖത്തിൻ്റെ ഒരു സ്മരണ അവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് അവൻ വീണ്ടും വീണ്ടും ആ സമയമാകുമ്പോൾ ഒളിച്ചും പാത്തും അവൻ എവിടേക്ക് പോകുന്നത്? കള്ള് ഷോപ്പിലേക്ക് പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ തോർത്തുമുണ്ട് തലയിലിടും, ആരും കാണരുത്. ഇങ്ങോട്ട് വരുമ്പോൾ ഉടുത്ത മുണ്ട് തലയിലിടും. എന്തായാലും അവന് മുണ്ട് തലയിലിടും. ഈ കോലത്തിലൊക്കെയല്ലേ അവർ പോവുക. അപ്പം ഇങ്ങനെയൊക്കെ അവർ കള്ളു കുടിച്ചതിൻ്റെ ഒരു സുഖം, ഒരു ലയം ഉള്ളിൽ കിടക്കുമ്പോൾ ആ സ്മരണ അവനെ അത് ആവർത്തിച്ച് അനുഭവിക്കാൻ പ്രേരിപ്പിക്കും. അവനത് അടക്കി വെച്ചത് കൊണ്ട് കാര്യമില്ല. എത്ര അടക്കി വെച്ചാലും ശബരിമല സീസൺ കഴിഞ്ഞാൽ വീണ്ടും അവൻ്റെ ഉള്ളിലുള്ള ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടി പുറത്ത് വരും. നോക്കൂ, ഈ 40 ദിവസം 2 മാസം അടക്കി വെച്ചിട്ട് ഇതങ്ങോട്ട് അഴിച്ചു വിട്ടപ്പോൾ എന്തൊരു തിക്കും തിരക്കും ബഹളമാണ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരുണ്ടല്ലോ കിരീടം എടുത്ത ചക്രവർത്തിയെ പോലെ വരുന്നത്. നിങ്ങൾ അതിൻ്റെ ഫോട്ടോ കണ്ടുവരില്ലേ? പത്രത്തിലും ഈ ഇതിലൊക്കെ വരുന്നുണ്ട്. കള്ള് ഷോപ്പിൽ നിന്ന് 3-4 കുപ്പി വാങ്ങിച്ച് വരുന്നവൻ ലോകം കിടക്കിയ പോലെ വരുന്നത്. ഇതുവരെ അവൻ്റെ മുഖത്തില്ലാത്തൊരു കല്യാണം കഴിച്ച ദിവസം അന്ന് അവനത്ര സന്തോഷം ഉണ്ടായിണ്ടാവില്ല. ആ മുഖത്തുള്ള ഒരു പുഞ്ചിരിയൊക്കെ ഓരോരുത്തരെന്തോ വിടർന്ന് കിടക്കുക. ഇത്രയും കാലം അടക്കി വെച്ചത് പെട്ടെന്ന് സാധിപ്പിച്ചതിൻ്റെ ഒരു സന്തോഷം കണ്ട് അവൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഇവൻ ഇതേപോലെ ധ്യാനം പരിശീലിച്ചിരുന്നെങ്കിൽ അവൻ്റെ മുഖത്ത് ഇതിനും വലിയൊരു സന്തോഷം ഉണ്ടാവുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ജപധ്യാന സംസ്കാരത്തിലൂടെ മനസ്സ് ലയിപ്പിച്ചാൽ ഈ വിഷയത്തിലാണ് സുഖമെന്നതിൻ്റെ സ്മരണ കുറയും. ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് പറയാം. ആത്മസുഖത്തിൻ്റെ സ്മരണയാണോ വിഷയസുഖത്തിൻ്റെ സ്മരണയാണോ നമ്മുടെ ഉള്ളിൽ തീവ്രമായിട്ടുള്ളത്? ഒന്ന് ഓർത്തു വയ്ക്കുക, ഇത് മറക്കരുത്. എന്താണ്? ആത്മലയത്തിൻ്റെ സുഖത്തിൻ്റെ സ്മരണയാണോ നമ്മളിൽ തീവ്രമായിട്ടുള്ളത്, അതോ വിഷയലയത്തിൻ്റെ സ്മരണയാണോ തീവ്രമായിട്ടുള്ളത്? ഇതായിരിക്കും അടുത്ത ജന്മം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുക. വിഷയലയത്തിൻ്റെ സുഖത്തിൻ്റെ സ്മരണയാണെങ്കിൽ ഇനിയും ചൊറി മാന്താൻ ഇങ്ങോട്ട് വരാം. അതല്ല ആത്മസുഖത്തിൻ്റെ ആ രസത്തിൻ്റെ സ്മരണയാണെങ്കിൽ ഇനി നിങ്ങൾ വരുന്നത് കൂടുതൽ ജപിക്കുവാനും ധ്യാനിക്കാനൊക്കെ ആയിരിക്കും. നിങ്ങൾ എങ്ങനെ വരണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ചിന്തകളാണ്. മനസ്സിലാവുണ്ടോ? ഇതും കൊണ്ടാണ് നമ്മൾ പോകുന്നത്, ഇതും കൊണ്ടാണ് വരുന്നത്. അപ്പം ഇവിടെ കൃഷ്ണൻ പറയുന്നു, ആരാണോ മനസ്സ് നാമത്തിലോ മറ്റോ ലയിപ്പിച്ച് ആത്മസുഖത്തിൻ്റെ തീവ്രത കൂട്ടുന്നത്, അതേതുപോലെയാണ് ഭർച്ചിത്വ കൊതിദാദാന. ധാന്യം വറുത്തു കഴിഞ്ഞാൽ പ്രായോ ബീജായനേഷ്യതേ, ഇനി അതിനൊരിക്കലും മുളയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ബീജം ഉള്ളിലേക്ക് ഉൾവലിഞ്ഞു പോയി. ഇനി അതിനൊരിക്കലും മുളയ്ക്കാൻ പറ്റില്ല. അതിന് മുളയ്ക്കാനുള്ള കർമ്മവാസന, കർമ്മ സംസ്കാരം, അല്ലെങ്കിൽ സ്മരണ, അല്ലെങ്കിൽ ചിന്ത, വിഷയചിന്ത ഇല്ല. ഈ സാധനം നമ്മുടെ ഉള്ളിലുണ്ടാക്കി വെക്കണം. നമ്മുടെ വിഷയസുഖത്തിൻ്റെ സ്മരണ വറക്കണം. അതെപ്പോഴാണ് വറക്കുക? വിഷയസുഖത്തിൻ്റെ സ്മരണ വറക്കുക എപ്പോഴാ? അത് നിങ്ങൾ വറക്കണ്ട, അത് വറത്തോളും. എങ്ങനെ? ആത്മസുഖത്തിൻ്റെ സ്മരണ കൂടുമ്പോൾ ഏത് സ്മരണ വറുത്തു പോവും? വിഷയസുഖത്തിൻ്റെ സ്മരണ വറുത്തോളും. അപ്പം ഇവിടെ നമ്മൾ
ഒരു സാധനം പൊരിക്കുമ്പോൾ മറ്റത് പൊയ്ക്കോളും. ഒന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വേറൊന്ന് പൊയ്ക്കോളും. ഇത് നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മാത്രമേ വളർത്താൻ പറ്റുള്ളൂ, നമുക്ക് മാത്രമേ വികസിപ്പിക്കാൻ പറ്റുള്ളൂ, നമുക്ക് മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ.